ആ സുഖം എന്തൊരു സുഖമാണ്. ഹറമിലാണെങ്കിലോ, അള്ളാന്റെ പരിശുദ്ധ ഹറമിലാണെങ്കിലോ ഇബാദത്തൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് ഇബാദത്തൊക്കെ ചെയ്ത് ത്യാഗം ചെയ്ത് അള്ളാഹുവെ സുബഹിക്ക് കഴിച്ച് ഇച്ചിരി സംസം വെള്ളം കുറച്ച് കാരൊക്കെയാണ്. പിന്നെ അൽഹംദുലില്ലാഹ് ഒന്നും കഴിച്ചിട്ടില്ല, നോമ്പ് തുറക്കണ സമയമായി. ഹറമിനകത്തുനിന്ന് കിട്ടുന്ന ഒരു കാരയ്ക്ക് കഴിക്കുമ്പോ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു കുളിർമയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവെ ഒരുപാട് നോമ്പ് അവിടെ നിന്ന് പിടിക്കാനും അവിടെ നിന്ന് തുറക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ, നീ തൗഫീക്ക് നൽകണേ റബ്ബേ. ഇതൊക്കെ വലിയ മോഹങ്ങളല്ലേ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ ഒരു സുഖമാണ്, ജീവിതത്തിന്റെ സുഖമാണ്. അല്ലാതെ എവിടെന്നെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പാർക്കിൽ പോയി ഉല്ലസിക്കലും മാത്രമല്ല ജീവിതത്തിന്റെ സുഖം. ഇതൊക്കെയാണ് സുഖം. ഈ സുഖം ആത്മീയമായിട്ട് ഇങ്ങനെ അനുഭവിക്കണം, ആസ്വദിക്കണം, ഇങ്ങനെ ആസ്വദിക്കണം. അതൊരു വല്ലാത്ത ജീവിതത്തിന്റെ ഒരു വല്ലാത്ത യാത്രയാണ്. ഒരു സഹോദരൻ പറഞ്ഞു, ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഷാനവാസ് സാഹിബിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ പറഞ്ഞു, 2012 മുതൽ എൻ്റെ കൂടെ വാത് കേൾക്കാൻ നടക്കുകയാണ്. 2012 മുതൽ എന്ന് പറയുമ്പോ എത്ര വർഷമായിടെ? 8 9 എത്ര ആവട്ടെ. എന്നാലും ആലോചിച്ച് നോക്കിയേ, അത് അവർക്കൊരു രസമാണ്, അവർക്കൊരു ഹരമാണ്. അതൊരു ഈമാനിന്റെ ഒരു മധുരമാണത്. അത് നൗഷാദ് വാക്കവി അല്ലെങ്കിൽ കബീർ വാക്കവി അങ്ങനെയൊന്നുമില്ല. അതൊരു ഈമാൻ, വാത് കേൾക്കുന്നതിന്റെ ഒരു ഈമാനിന്റെ സുഖം അവർക്ക് ലഭിച്ചു പോയി. പിന്നെ അതിന്ന് ഒഴിവാകൂല. അതിങ്ങനെ കൂടെയാണ്, അതിങ്ങനെ കൊണ്ടു നടക്കും. ഓരോ ഉസ്താദന്മാർ വരുമ്പോൾ സദസ്സിൽ പോയിരിക്കുക, അവർ പറയുമ്പോൾ കേൾക്കുക, കരയുക, ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുക, നിർവൃതിയോടുകൂടി ഭാര്യയും മക്കളെയും പിടിച്ച് ആ സ്റ്റേജ് വിട്ടിറങ്ങുക. അല്ലാഹുവേ, അതിന്റെ സുഖം പരലോകത്ത് അവർക്ക് നീ അറിയിച്ചു കൊടുക്കണേ റഹ്മാനെ.